ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. കൂടാതെ തിരുവനന്തപുരം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെ പ്രൊവിഷണൽ റാങ്ക് ആൻഡ് ആപ്ലിക്കേഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്, അത് നോക്കാം. കൂടുതൽ കുട്ടികൾ ചോദിച്ചിരിക്കുന്ന സംശയം ഈ വർഷത്തെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് എപ്പോൾ വരുമെന്നുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏകദേശം ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ മാസങ്ങളിലാണ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഈ വർഷം അതേപ്പറ്റി ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കിട്ടുന്ന മുറയ്ക്ക് ഞാൻ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തിരുവനന്തപുരം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും ആപ്ലിക്കേഷൻ ലിസ്റ്റും ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക. ഈ വെബ്സൈറ്റിലെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2024-26 വർഷത്തെ DLED ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷ നൽകിയവരുടെ ലിസ്റ്റ് ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും പിശകോ ന്യൂനതയോ കാണുന്ന പക്ഷം ഈ കാര്യാലയത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. അപേക്ഷകരുടെ പരിശോധനയ്ക്കായി മാത്രം പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റാണിത്. തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളുടെ സെലക്ട് ലിസ്റ്റ് PSCയിൽ നിന്ന് ലഭ്യമായാൽ ഉടൻ ഈ ബ്ലോഗിൽ പ്രസിദ്ധീകരിക്കുന്നതും കൂടിക്കാഴ്ച വിവരങ്ങൾ അറിയിക്കുന്നതുമാണ്. അപ്പോൾ ലിസ്റ്റിനായി താഴെ ചേർക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ആകും, PDF ഓപ്പൺ ആകും. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള റാങ്ക് എത്രയാണ്, ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, അതിൽ കാസ്റ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ മാർക്ക്, റിമാർക്സ്, EWS ആണ്, അങ്ങനെയുള്ള റിമാർക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ DD ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്യുക. ഓക്കെ, DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.